EVM-ൽ ഒളിച്ചുകളി തുടരുകയാണ് കേന്ദ്ര സർക്കാരും BJP-യും. മറച്ചു പിടിക്കാൻ ഏറെ ഉള്ളത് കൊണ്ട് കൂടിയാണ് BJP നെട്ടോട്ടം ഓടുന്നത് എന്ന ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. നാളിതുവരെയായിട്ട് വിശ്വാസ്യത തെളിയിക്കാനുള്ള പ്രതിപക്ഷത്തിന്റെ വെല്ലുവിളിയായി തന്നെ അവശേഷിക്കുകയാണ്. എന്തായാലും EVM-ൽ ചില രഹസ്യ നീക്കങ്ങളും അണിയറയിൽ നടക്കുന്നുണ്ട്. അതിലൊന്ന് തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭിക്കുന്നത് തടയാനുള്ള ചരടുവലിയാണ്. അതിനുവേണ്ടി നിർവഹണ ചട്ടങ്ങളിൽ ധൃതി പിടിച്ച ഭേദഗതി വരുത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട CCTV, വെബ്കാസ്റ്റിംഗ് ദൃശ്യങ്ങൾ, സ്ഥാനാർത്ഥികളുടെ വീഡിയോ റെക്കോർഡിങ്ങുകൾ തുടങ്ങിയവ ജനങ്ങളിലേക്ക് എത്തുന്നത് തടഞ്ഞുകൊണ്ടാണ് കേന്ദ്ര നിയമ മന്ത്രാലയം ഈ ചട്ടങ്ങൾ ഇപ്പോൾ ഭേദഗതി ചെയ്തിരിക്കുന്നത്. ഇതോടെ കാര്യങ്ങൾ BJPക്ക് കരുതിയെടുത്ത് എത്തിയിരിക്കുകയാണ്. BJPയുടെ കയ്യിൽ അധികാരമുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ചൊൽപ്പടിയിൽ നിർത്താൻ പോകുന്ന ശക്തിയും ഉള്ളിടത്തോളം കാലം ഇതിനപ്പുറമുള്ള കളികൾ BJPയിൽ നിന്നും ഉണ്ടാകുമെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. അടുത്തിടെ നടന്ന ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ബൂത്തിൽ പോൾ ചെയ്ത വോട്ടുകളുമായി ബന്ധപ്പെട്ട വീഡിയോ ദൃശ്യങ്ങളും രേഖകളുടെ പകർപ്പുകളും നൽകണമെന്ന് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് 2 ആഴ്ച മുമ്പ് ആവശ്യപ്പെട്ടിരുന്നു. ഇതോടെ അപകടം മണത്ത കേന്ദ്ര സർക്കാർ കോടതി നീക്കം തടയുന്നതിനായിട്ടാണ് തിരക്കിട്ട് ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തിയത്. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും പൊതുജന പരിശോധനയ്ക്ക് വിധേയമാണെന്ന് 1961 തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ റൂൾ 93(2) വ്യക്തമാക്കുന്നു. പുതിയ ഭേദഗതിയോടെ നിയമത്തിൽ നിർവചിച്ചിട്ടുള്ള രേഖകൾ മാത്രമായിരിക്കും പൊതുജന പരിശോധനയ്ക്കായി ലഭിക്കുക. അതനുസരിച്ച് വോട്ടിംഗ് യന്ത്രങ്ങൾ, VVPAT എന്നിവ അടക്കം ഉപയോഗിച്ചുള്ള പുതിയ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ രേഖകൾ പരിശോധിക്കുന്നതിനുള്ള അവകാശം ഇല്ലാതാവുകയാണ്. തെരഞ്ഞെടുപ്പ് നിയമങ്ങളിൽ ഇല്ലാത്തതും അതേസമയം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രിസൈഡിംഗ് ഓഫീസർമാരും സെക്ടർ ഓഫീസർമാരും ഉദ്യോഗസ്ഥരും കൈകാര്യം ചെയ്യുന്നതുമായ നിരവധി രേഖകളുണ്ടെന്ന് വിവരാവകാശ പ്രവർത്തകനായ വെങ്കടേഷ് നായക് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. മണ്ഡലങ്ങളിലെ പ്രശ്നബാധിത പ്രദേശങ്ങളുടെയും ബൂത്തുകളുടെയും മാപ്പ്, വോട്ടെടുപ്പിനിടെ തകരാർ സംഭവിച്ച EVM നീക്കം ചെയ്യുന്നതിനും മാറ്റി സ്ഥാപിക്കുന്നതിനുമുള്ള ഉത്തരവാദിത്തപ്പെട്ടവരുടെ പട്ടിക തുടങ്ങിയവ സംബന്ധിച്ച രേഖകളുണ്ട്. കൂടാതെ പൊതു റിപ്പോർട്ട്സ്, പോലീസ്, തെരഞ്ഞെടുപ്പ് ചെലവ് നിരീക്ഷകർ, റിട്ടേണിംഗ് ഓഫീസർമാർ, ചീഫ് ഇലക്ടറൽ ഉദ്യോഗസ്ഥർ എന്നിവരുടെ എല്ലാം റിപ്പോർട്ടുകളും തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കപ്പെടുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ സുതാര്യത ഉറപ്പാക്കുന്നതിന് ഈ റിപ്പോർട്ടുകൾ പരിശോധിക്കുന്നതിന് നിർണായകമാണെന്ന വാദവും ഈ വിഷയത്തിലെ വിദഗ്ധർ പറയുന്നുണ്ട്. പുതിയ ഭേദഗതി സുതാര്യതയ്ക്ക് തുരങ്കം വെക്കുന്നതാണെന്ന് വിവരാവകാശ പ്രവർത്തക അഞ്ജലി ഭരദ്വാജും പറയുന്നുണ്ട്. ഫോം 17C പകർപ്പുകളുമായി റൂൾ 93(2) അനുസരിച്ച് ഇക്കൊല്ലം മെയ്യിൽ നൽകിയ അപേക്ഷകൾ പോലും ഇതുവരെ തീർപ്പാക്കിയിട്ടില്ല എന്നും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തനം പക്ഷാപാതപരമാണെന്ന് വീണ്ടും സ്ഥിരീകരിക്കുന്നതിനാണ് ഭേദഗതി എന്നാണ് അഭിഭാഷകനായ മഹബൂബ് പ്രാച്ച ആരോപിക്കുന്നത്. ലെറ്ററൽ ബോണ്ട് കേസിൽ സുപ്രീം കോടതി നിർദ്ദേശിച്ച സമ്പൂർണ്ണ സുതാര്യത തത്വങ്ങളുടെ ലംഘനമാണെന്ന് ഭേദഗതിയെന്നും പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം അവസാനിച്ച ദിവസം ഭേദഗതി വിജ്ഞാപനം ഇറക്കിയതിനാൽ MP മാർക്ക് ഇതിനെ ചോദ്യം ചെയ്യാനുള്ള അവസരം നിഷേധിച്ചെന്ന ആരോപണവും ശക്തമാക്കുന്നുണ്ട്.